എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ പറയുന്നത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ മംഗലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ മംഗലശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബാണ് യുണൈറ്റഡ് ക്ലബ് മംഗലശ്ശേരി. എന്താ ഈ ക്ലബിന്റെ പ്രത്യേകത? സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായിട്ട് വളരെ ഉന്നത ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ കൂടിച്ചേരലുകൾക്കുള്ള, അവരുടെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടുള്ള, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബ്ബ്. ഈ യുണൈറ്റഡ് ക്ലബ്ബിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി 2 പ്രാവശ്യമായി നടത്തിയ റെയ്ഡിൽ, രണ്ടാമത്തെ പ്രാവശ്യം 9 മണിയോടുകൂടി നടത്തിയ റെയ്ഡിൽ ചീട്ടുകളി സംഘത്തെ പിടികൂടി. പണം വെച്ച് ചീട്ട് കളിക്കുന്ന വലിയൊരു സംഘത്തെ, 26 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് പിടികൂടി. 3,63,000 രൂപയാണ് പോലീസ് പണമിനത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്തയാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. കാരണം മനുഷ്യന്റെ മാനസികാവസ്ഥയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ പട്ടണങ്ങളിലൂടെയും ഗ്രാമപ്രദേശങ്ങളിലൂടെയും നഗരപ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ കുറെ പേർ ബാനറുമായിട്ട് ഇറങ്ങുന്നത് കാണാം. എന്തിനാണെന്നറിയോ? വയനാടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി. ജാതിയും മതവും മറന്ന് മനുഷ്യനാണ് ഏറ്റവും വലുത്, മനുഷ്യന്റെ അപകടങ്ങളിലും ദുരന്തങ്ങളിലും ഒരുമിച്ച് നിർത്താം, വയനാട് ഒറ്റപ്പെടാനുള്ളതല്ല, സ്നേഹം കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് ബാനറുകളുമായി പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സഹായം ചോദിച്ചു പോകുന്ന ഒരുപാട് പേരെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ദുരന്തത്തിന്റെ ഇടയിലാണ് 3,63,000 രൂപ പണം വെച്ച് ചീട്ട് കളിച്ച് ദൂർത്തടിക്കാൻ വേണ്ടി പോയവരെ പോലീസ് കൃത്യമായി പിടികൂടിയത്. ഞാൻ ഇവിടുത്തെ കൊരട്ടി SHO അമൃതരംഗൻ എന്ന് പറയുന്ന ആ സാറിനെ, SHOയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്തരം ചീട്ടുകളി സംഘങ്ങളിൽ പോയി പണം ദൂർത്തടിച്ചു കളഞ്ഞ ഗൃഹനാഥന്മാരെ ഓർത്ത് മനസ്സ് വേദനിക്കുന്ന ഒത്തിരിയേറെ കുടുംബിനികളുണ്ട്. ആ കുടുംബങ്ങൾ തന്നെ തകർന്നു പോയ അവസ്ഥയിൽ തീർച്ചയായിട്ടും കൊരട്ടി SHOയെ നന്ദിയോടുകൂടി ഓർക്കും. കൊരട്ടി പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയും ഈ ഇടപെടലിന് ഏറ്റവും നിറഞ്ഞ മനസ്സോടെ നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ചീട്ടുകളി സംഘത്തിന്റെയും ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ പോയി പണം ചെലവഴിച്ച് കുടുംബം തകർന്ന് പെരുവഴിയിലായിരിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്കൊരു മുന്നറിയിപ്പാണ് കൊരട്ടിയിലെ മംഗലശ്ശേരിയിലെ യുണൈറ്റഡ് ക്ലബിൽ നടന്ന ഈ റെയ്ഡ്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കട്ടെ. ഇത്തരത്തിലുള്ള ദൂർത്തടിച്ച് പണം ചെലവഴിക്കുന്ന മനുഷ്യബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും സാമ്പത്തികമായി തകർത്ത് കളയുന്ന ഇത്തരം സംഘങ്ങളെ ഒറ്റപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബിൽ പണം വെച്ച് ചീട്ട് കളിച്ച വമ്പൻ വ്യക്തിത്വങ്ങളെ പോലീസ് പിടികൂടി. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖരും പ്രശസ്തരുമായവർക്ക് ഒത്തുകൂടാനുള്ള ഒരിടമാണ് മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബ്ബ്. കൊരട്ടിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം 1000-നും വ്യക്തികൾക്കാണ് ഈ ക്ലബ്ബിൽ അംഗത്വമുള്ളത്. പല പ്രമുഖ വ്യക്തികൾക്കും ഈ ക്ലബ്ബിൽ പ്രത്യേക അതിഥികളായി അംഗത്വമുണ്ട്. പ്രശസ്ത നഗരങ്ങളിൽ നഗരങ്ങളുടെ പേരിനോട് ചേർന്ന് ക്ലബ്ബ് എന്ന് അറിയപ്പെടുന്ന വമ്പൻ ക്ലബ്ബുകളെപ്പോലെ തന്നെയാണ് മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ. സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പലതും ക്ലബ്ബ് വളരെ നന്നായി ചെയ്തു വരുന്നു. കൊരട്ടി പഞ്ചായത്തിലെ മംഗലശ്ശേരി ഗ്രാമത്തിൽ കെട്ടിലും മട്ടിലും എടുപ്പിലും ഗെറ്റപ്പോടെ നിൽക്കുന്ന ഗ്രാൻഡ് കെട്ടിടവും നീന്തൽക്കുളവും ഷട്ടിൽ കോർട്ടും ജിമ്മും ഡീലക്സ് ഹാളും ടെൻഷൻ അടിക്കുമ്പോൾ സന്തോഷവിഷം പങ്കിട്ട് മനസ്സ് തണുപ്പിക്കാനുള്ള ഇടവും കൂടി ആകെ ആനച്ചന്തമാണ് മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബിനുള്ളത്. പക്ഷേ കുറച്ച് നാളുകളായി ഈ ആനയ്ക്ക് മതപ്പാട് കണ്ടുവരികയാണ്. എന്താ സംഭവം ആകെ ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റമ്മി, പോക്കർ, പന്നിമലത്ത്, പുള്ളിവെട്ട്, ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതാണ് ചീട്ടുകളിയിലെ രാജാക്കന്മാർ. മടിക്കുത്തിൽ തുട്ടുണ്ടെങ്കിലേ ഈ ടൈപ്പ് ചീട്ടുകളികൾ കളിക്കാൻ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞ മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബിൽ ഇത്തരത്തിലുള്ള ചീട്ടുകളികൾ രംഗപ്രവേശനം ചെയ്തിട്ട് കുറച്ച് നാളുകളായി. സമൂഹത്തിലെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളെ ഇല്ലാതാക്കാനുള്ള ഒരിടമായി ക്ലബ്ബ് മാറി എന്നുള്ളതിൽ ചിലർ സന്തോഷിച്ചു, മറ്റു ചിലർ കരഞ്ഞു. കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇടത്തരം ബിസിനസ്സുകൾ ചെയ്ത് വളർന്നു വന്ന പലരുടെയും മടിക്കുത്ത് കാലിയായി. എന്നാൽ ചിലരുടെ മടിക്കുത്ത് വീർത്തു തന്നെ വന്നു. ഒരു ചീട്ടുകളി സംസ്കാരം ക്ലബ്ബിൽ കടന്നു വന്നു. മംഗലശ്ശേരി ക്ലബ്ബിലേക്ക് ചില ചെറിയ മുണ്ടയ്ക്കൽ ശേഖരന്മാർ കടന്നു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ മുൻപ് 2 പ്രാവശ്യം ഏമാന്മാർ ചീട്ടുകളി പിടിച്ചു. എന്നിട്ടും പരിപാടി തീർന്നില്ല. വമ്പന്മാരല്ലേ, വമ്പത്തരങ്ങൾ വേണമല്ലോ, കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ ഈ കളിയിൽപ്പെട്ട് എനിക്കറിയാവുന്ന കൊരട്ടിയിൽ തന്നെയുള്ള ചില വമ്പന്മാർ കടം കൊണ്ട് മുടിഞ്ഞു. ചിലർ നാടുവിട്ടു, ബിസിനസ് തകർന്നു, കുടുംബം തകർന്നു. അപ്പോഴും ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു തണുത്ത കാറ്റായി വീശിക്കൊണ്ടേയിരുന്നു. റമ്മിയും പുള്ളിവെട്ടും കളിച്ച് വല്ലവൻ്റെയും മടിക്കുത്തിലെ കാശും തട്ടിയെടുത്ത്
എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ സേവതി പഞ്ചായത്തും സേവതി മുനിസിപ്പാലിറ്റിയും സേവതി പട്ടണവുമായി ചിലർ രംഗത്ത് വന്നു. ചീട്ടുകളിയിൽപ്പെട്ട പല ഗൃഹനാഥന്മാരുടെയും അവസ്ഥ ശോചനീയമായിരുന്നു. കൊരട്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും പല നല്ല കുടുംബങ്ങളിലെ കുടുംബിനിമാർ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. കൊച്ചുമക്കൾക്ക് സ്കൂളിൽ ഫീസടയ്ക്കാൻ വരെ ഗതിയില്ലാതായി. ഞങ്ങളുടെ പപ്പയ്ക്ക് എന്തുപറ്റിയെന്ന് എരിയുന്ന മെഴുകുതിരി നാളങ്ങൾക്ക് മുന്നിൽ നിന്ന് ദൈവങ്ങളോട് അവർ പ്രാർത്ഥിച്ചു. വേറെ ചില കുടുംബിനികൾ കുടുംബം തകർക്കുന്ന ഈ ഒടുക്കത്തെ ചീട്ടുകളി അവസാനിപ്പിക്കാൻ പോലീസ് അധികാരികളെ രഹസ്യമായി വിവരമറിയിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി DYSP K സുമേഷിൻ്റെ നിർദ്ദേശാനുസരണം കൊരട്ടി SHO അമൃതരംഗൻ്റെ നേതൃത്വത്തിലുള്ള കൊരട്ടി പോലീസും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് സംയുക്തമായി നടത്തിയ റെയ്ഡ് മംഗലശ്ശേരി ക്ലബ്ബിൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ആദ്യം നടന്നത്. പ്രത്യേകിച്ചൊന്നും കണ്ടെത്താത്തതിനാൽ പോലീസ് രാത്രി 9 മണിയോടെ വീണ്ടും സ്ഥലത്തെത്തി റെയ്ഡ് നടത്തി. ഈ റെയ്ഡിലാണ് മാന്യരും സൽസ്വഭാവികളും തറവാടികളുമായ 26 പേരെ വലിയ തുക വെച്ച് ചീട്ടുകളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയത്. 3,63,000 രൂപയാണ് ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിച്ചെടുത്തത്. ചില തറവാടികൾ മംഗലശ്ശേരി ക്ലബ്ബിൽ നിന്ന് അതിവേഗത്തിൽ പാഞ്ഞുപോയതിനാൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. സംഘത്തിൽ കറുകുറ്റി, കൊരട്ടി, മാമ്പ്ര, മേലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ വളരെ നല്ല വ്യക്തിത്വങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പല ഉന്നതന്മാരും അങ്കമാലിയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ വഴി ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ധീരമായി തന്നെ നിന്നു. നിയമം നിയമത്തിൻ്റെ വഴിയെ എന്ന നിലപാടെടുത്ത കൊരട്ടിയിലെ പുതിയ SHO അമൃതരംഗൻ സാറിന് ഒരുപാട് നന്ദിയുണ്ട്. കുടുംബം തകർന്ന് നിലവിളിക്കുന്ന കുറേ വീട്ടമ്മമാരുടെ പ്രാർത്ഥന അങ്ങേക്ക് കിട്ടും. ഇതാവണം പോലീസ്. മനസ്സ് തുറന്ന് കൈയടിക്കുന്നു. ചീട്ടുകളി എന്ന വിനോദത്തിനല്ല ഭരണകൂടം തടയിടുന്നത്. പണം വെച്ച് ആ വിനോദത്തിനെ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയാണ് പോലീസ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത്. പണത്തിനോ മൂല്യമുള്ള വസ്തുക്കൾക്കോ വേണ്ടി ഇതിഹാസങ്ങളിൽ ചൂതുകളി അരങ്ങേറിയിട്ടുണ്ടല്ലോ. കൗരവരുമായിട്ടുള്ള ചൂതുകളി സീമകൾ ലംഘിച്ച് വാശിയോടെ തുടർന്നപ്പോഴാണ് ദ്രൗപദിയെ പാണ്ഡവർക്ക് നഷ്ടമായത്. ഏതൊരു ഗെയിമിലേർപ്പെടുന്നവരും ആ ഗെയിം പണം വെച്ചുള്ള ലക്ഷ്യം നേടുക എന്ന നിലയിൽ മുന്നോട്ടു പോയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളിലേക്കും വ്യക്തി സൗഹൃദ കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴയ്ക്കും തുടർന്ന് ക്രമസമാധാന തകർച്ചയ്ക്കും കാരണമാകും. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി നാടൊട്ടുക്കും ജനം സംഘടിക്കുമ്പോഴാണ് മംഗലശ്ശേരിയിലെ വമ്പന്മാരുടെ ചീട്ടുകളി വിനോദം. 3,63,000 രൂപയ്ക്ക് എന്തെല്ലാം വാങ്ങിക്കാം. ഒരു ക്ലബിൻ്റെ പിരിവിന് പോലും പണം ചോദിച്ചു ചെന്നാൽ വലിയ ഡയലോഗ് അടിക്കുന്ന ചേട്ടനാണ് 70,000 രൂപ ദൂർത്തടിക്കാൻ മംഗലശ്ശേരി ക്ലബിൽ ചീട്ട് കളിക്കാൻ പോയത്. ഒരു കാര്യം പറയട്ടെ, അപ്പോൾ മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബ്ബ് ആഢ്യത്തോടെയും പ്രൗഢിയോടും സമൂഹത്തിലെ ചലനാത്മകമായ പ്രവർത്തനങ്ങളുടെ ഇടമായി നിലനിൽക്കട്ടെ. നിങ്ങളുടെ സന്തോഷ കൂടിച്ചേരലുകൾക്കും പ്രവർത്തനങ്ങൾക്കും ആരും എതിരല്ല. പക്ഷേ കുടുംബങ്ങളെ തകർക്കുന്ന വലിയ തുകകൾ വെച്ചുള്ള ഈ ചീട്ടുകളി പരിപാടി ശരിയല്ല. മംഗലശ്ശേരി ക്ലബിലേക്ക് ഇത്തരം ആശയങ്ങളുമായി വരുന്ന മുണ്ടയ്ക്കൽ ശേഖരന്മാരെ കടിഞ്ഞാണിട്ട് നിർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക. കൊരട്ടിയിലെ സമീപ പ്രദേശങ്ങളായ മേലൂർ, നാലുകെട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ചില ചീട്ടുകളി പ്രത്യയശാസ്ത്ര ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിടിവീഴാൻ വളരെയധികം സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല നമസ്കാരം.